ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സംസാരിക്കാം. ഇനി നിങ്ങളുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഒരു 5 മിനിറ്റ്. കമോൺ. എനിക്ക് എന്റെ വിഷയം എന്റെ BSW ആണ് ഞാൻ എടുത്ത കോഴ്സ്. ഓക്കെ. BSWG. ഓക്കെ സാർ, എനിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു സംശയമുണ്ട്. സാർക്ക് അതൊന്ന് നിവാരണം ചെയ്തുതരാൻ ഇപ്പൊ പറ്റുമോ സാർ? പറഞ്ഞോളൂ. ഷുവർ സാർ, എനിക്ക് അതിലെ ഫീൽഡ് സ്റ്റഡിനെ കുറിച്ചാണ് അറിയാനുള്ളത്. നമുക്ക് കമ്പൽസറി ആയിട്ട് നമ്മുടെ സ്റ്റഡി സെന്റർ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണോ? നമ്മുടെ ഫീൽഡ് കമ്പൽസറി ആണ്. ബിക്കോസ് യു ആർ സ്റ്റഡിയിങ് BSW സോഷ്യൽ വർക്ക്. സ്റ്റഡി സെന്ററിൽ പോകേണ്ടി വരും, റീജിയണൽ സെന്ററിൽ പോകേണ്ടി വരും, ഓരോ മുക്കിലും മൂലയിലും തെരുവുകളിലും ഒരു 10, 15, 20 ഓർഗനൈസേഷനിലേക്ക് പോകേണ്ടി വരും. ബിക്കോസ് യു ആർ എ സോഷ്യൽ വർക്കർ. വീട്ടിലിരിക്കുന്ന ഒരാളല്ല. Sir, because of this pandemic situation, I will ask you this. ഈ പാൻഡമിക് സിറ്റുവേഷനിലാണ് നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ വർക്കർ നടത്തേണ്ടത്, വോളണ്ടറിഷിപ്പ് നടത്തേണ്ടത്. ബട്ട് യു വാണ്ട് ടു കീപ് മാസ്ക്, ഗ്ലൗസ്, sanitization, etc. Sir, can we compulsory to meet our field supervisor? Yeah, why not? Because you are a social worker. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ മോഡ് ഓഫ് സ്റ്റഡി മനസ്സിലാക്കിയിട്ട് ഡെസ്റ്റിനേഷൻ അറിഞ്ഞു വെക്കണം എന്ന് നേരത്തെ പറഞ്ഞത് അതിനാണ്. യു ആർ എ സോഷ്യൽ വർക്കർ. നിങ്ങൾ നീന്താൻ പഠിക്കുമ്പോൾ കുളത്തിൽ പോകാതെ, പുഴയിൽ പോകാതെ, കായലിൽ പോകാതെ നിങ്ങൾ എങ്ങനെ നീന്താൻ പഠിക്കും? യു ആർ എ സോഷ്യൽ വർക്കർ, നോട്ട് എ ഹോം മേക്കർ. അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആളല്ല. അപ്പൊ ഏത് പാൻഡമിക് സിറ്റുവേഷനിലും നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങിയേ പറ്റൂ. സാർ, പാലക്കാട് നിന്ന് പോയിട്ട് ഒത്തിരി ദൂരം ഉണ്ട്. എന്തിനു നിങ്ങൾ അത് ചെയ്യണം? നിങ്ങൾ എന്തിനു സോഷ്യൽ വർക്ക് ആവണം? നിങ്ങൾ വീട്ടിന്റെ അടുത്തുള്ള സംഗീത വേറെ ഏതെങ്കിലും ഒരു പരിപാടി ചെയ്താൽ പോരെ? എന്തിന് സോഷ്യൽ വർക്ക് തന്നെ എടുക്കണം? ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റില്ല, എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോകാനും പറ്റില്ല. കുറ്റപ്പെടുത്താൻ മക്കളെ. അത് പാഷൻ. അപ്പോഴാണ് കമ്മിറ്റ്മെന്റ് വരിക. വോളണ്ടറിഷിപ്പ്. NSS ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ +2-ല്? നോ സർ, ബട്ട് ഞാൻ സ്കൗട്ടിലുണ്ടായിരുന്നു. സ്കൗട്ടിന്റെ തന്നെ പ്രധാന മുഖമുദ്ര എന്താ? വെറുതെ റോട്ടിലിരുന്നിട്ട് കുട്ടി പോലീസ് പോലെ കുട്ടികൾക്ക് നീല ബ്ലൂ ബേർഡ് പോലെ നമ്മൾ എന്തെങ്കിലും ചേർന്നിട്ട് കുറെ കോപ്രായം കാട്ടിക്കൂട്ടി ഏതെങ്കിലും അധ്യാപകൻ വന്ന് പാമ്പ് പിടുത്തം എങ്ങനെ, കാല് പൊട്ടിയാൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് എങ്ങനെ എന്നുള്ള ട്രെയിനിങ് കേട്ടുകൊണ്ട് വെറുതെ പാസീവായിട്ട് ഇരിക്കുന്ന വ്യക്തി അല്ലല്ലോ സ്കൗട്ട്. ഞാൻ റെഡിയാണ് സാർ പോവാനും വിസിറ്റ് ചെയ്യാനും. പിന്നെ ആരാണ് ഇവിടെ ഇറങ്ങാറ്? സാർ, നമ്മൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നഴ്സുമാര്, ഡോക്ടർമാര് എല്ലാം. എന്റെ പൊന്നു മോള് ഗുരുവായൂർ നഗരസഭയിലെ ഡോക്ടറാണ്. ഗുരുവായൂർ നഗരസഭയിലെ ഡോക്ടറാണ്. എല്ലാ മെഷേഴ്സും ഉപയോഗിച്ചുകൊണ്ട് എന്റെ കുട്ടിയെ ഞാൻ കണ്ടിട്ട് 1.5 മാസമായി. ഗുരുവായൂർ നഗരസഭയിലെ ഡോക്ടറാണ്. ഡോക്ടർ എന്നുള്ള പറയുന്ന ഒരു കോഴ്സിലേക്ക് പോയാൽ, അവിടെ പഠിച്ചാൽ എവിടെയാ പോയിട്ട് ഓൾ ഇന്ത്യ റാങ്ക്, നമ്മുടെ ഔറംഗാബാദ്, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലെ ഓൾ ഇന്ത്യ റാങ്കിൽ പഠിച്ച കുട്ടിയാണ്. വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കാനുള്ളതല്ല. പോയി ജോലി എടുക്ക് പെണ്ണ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് തന്നെ എന്റെ പൊന്നുമോളോടും ഞാൻ പറയുന്നത്, പോയി ജോലി എടുക്ക്, അല്ലെങ്കിൽ അത് കീറിക്കള സർട്ടിഫിക്കറ്റ്, എന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുക. ഓക്കെ. ആർക്കും ഒരു ആപത്തും ദൈവം വരുത്തില്ല. ആർക്കും ഒരാപത്തും വരില്ല. എന്നെ പേടിച്ചിട്ടല്ല, നമ്മുടെ സൂപ്പർവൈസേഴ്സിന് അതൊരു ബുദ്ധിമുട്ട്. സൂപ്പർവൈസറിന് ഒരു ബുദ്ധിമുട്ടില്ല, അയാൾക്ക് കാശ് കിട്ടും. പോയി അറ്റൻഡൻസ് രേഖയിൽ ഒപ്പിട്ട് കൊടുത്താലേ അയാൾക്ക് കാശ് കിട്ടും. അല്ലാണ്ട് വീട്ടിലിരുന്ന് അറ്റൻഡൻസ് ഒപ്പിട്ടിട്ട് രേഖ അയച്ചു കൊടുത്താലേ കള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. കള്ള രൂപത്തിൽ ചെയ്താൽ പിന്നെ അവസാനം പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കേണ്ടിയും വരും. അങ്ങനെ അതാണ് നേരത്തെ പറഞ്ഞ അസോസിയേറ്റ് ഡിഗ്രി. സർ, ഞാൻ സത്യം പറയട്ടെ, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഇത്രയും ഗൗരവമുള്ള ഒരു സംഭവമാണ്. ഞാൻ വിചാരിച്ചു തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന്. പറഞ്ഞാൽ മതി, ഞങ്ങളുടെ ഇതിന് വമ്പൻ പരിപാടിയാ. ഇവിടെ ഒന്നും ജോക്കിലേക്ക് പിന്നെ പോകാം. ഒരുപാട് പേർക്ക് ഒരു ക്വസ്റ്റിനെ കൂടി ചോദിച്ചോട്ടെ സാർ. നമ്മൾ
സബ്മിറ്റ് അസൈൻമെന്റ് നമ്മൾ എങ്ങനെ സബ്മിറ്റ് എല്ലാം ഇന്ന് ചെയ്യാം? പറഞ്ഞു തരും. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ. മറ്റുള്ളവർക്കും അവസരം കൊടുക്കാം. ഇതേ ടോപ്പിക്ക് മറ്റുള്ളവർ പറയും. യെസ് മിസ് തുളസി, യെസ് സാർ. ഇൻ കേസ് എനിക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാല് എനിക്ക് കോൺടാക്ട് ക്ലാസ്സസ് ഉണ്ടാവുമോ? ഉണ്ടാവും, നിർബന്ധമായും ഉണ്ടാവണം. നിങ്ങളുടെ പ്രോഗ്രാം ഏതാണെന്ന് അറിയാമല്ലോ. അറിയാം. നിങ്ങളുടെ പ്രോഗ്രാം ഏതാണ്? MSc Maths with Computer Application. അപ്പൊ എന്തൊക്കെയാണ് അവിടെ വേണം? കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ മാത്സിൽ നടത്തണം. You want to apply in the what computer lab, പ്രാക്ടിക്കൽ. അവിടെ പിന്നെ ജിയോമെട്രികളുടെ അതുപോലെ തന്നെ പുതിയ സങ്കേതം കമ്പ്യൂട്ടറൈസ്ഡ് എഡ്യൂക്കേഷൻ മാത്തമെറ്റിക്സിൽ കൊടുക്കാൻ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തേണ്ട മാസ്റ്റർ ഡിഗ്രി ഹോൾഡർ ആണ് നിങ്ങൾ. ഇഗ്നോയില് നിങ്ങൾ ഇരട്ട PG ഉടമയാണ്. ഇരട്ട PG ഉടമയാണ്. എന്താണ് ഇരട്ട PG? MSc മാത്തമെറ്റിക്സ് ആണ്, MSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പൊ അത്രയും ഉയർന്ന ചിന്തിക്കണം. ഇഗ്നോ ഈസ് നോട്ട് ചൈൽഡ് പ്ലേ, നോട്ട് ഈസി ടു ഗാദർ. Yes, which one is our study center? That study center will provide everything. Okay, sir. Okay. Thank you. Okay, thank you. Next, ചോദിച്ചോളൂ. സർ, എന്റെ പേര് സിന്ധു. സിന്ധു, യെസ്, കം ഓൺ. ഏതാണ് പ്രോഗ്രാം ചെയ്യുന്നത്? ഞാൻ MSW കൗൺസിലിംഗ്. ഓ, ഫാന്റാസ്റ്റിക്. ഞാനൊന്ന് നോട്ട് ചെയ്തോട്ടെ. ഇതിനു മുമ്പ് മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ആദ്യത്തെ മീറ്റിംഗ്. പക്ഷെ സാറ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് എന്നെ സെന്റർ വടകരയിലേക്ക് മാറ്റാൻ വേണ്ടിട്ട് സാറിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. MSW C ആണോ MSW നോർമൽ ആണോ? ഇല്ല, സി, കൗൺസിലിംഗ്. വെരി ഗുഡ് സിന്ധു. ഓക്കെ, ഞാനിപ്പോ ഓർക്കുന്നു. ഓക്കെ, എവിടെയാ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ? ഞാൻ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ ആണ്. അതെ. കിഫ്ബിയിലൊക്കെ ഉണ്ടോ? കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം അതിലില്ലല്ലോ? ഇല്ല, അതിലില്ല. ഓക്കെ. ചോദിച്ചോളൂ സിന്ധു മാം. അപ്പൊ എന്റെ സംശയം, നമുക്ക് ഈ സൂപ്പർവൈസർ എനിക്ക് ഇപ്പൊ വടകരയ്ക്ക് മാറിയതിന് ശേഷം അവിടുന്ന് മെയിലൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ജൂലൈ അഡ്മിഷൻ അല്ലേ? അതെ. ഇനി ഞാൻ ഒരു വലിയ രഹസ്യം പറയട്ടെ. വലിയ എന്തോ പരസ്യമായിട്ട് പറയുന്നു. വലിയ രഹസ്യം പറയട്ടെ. ഞാൻ MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി 5 കൊല്ലം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ശരിക്കും എത്ര കൊല്ലം കൊണ്ട് പൂർത്തിയാക്കണം? 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കണം. ഞാൻ 5 കൊല്ലം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ആരെയും ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, ഒരാളെ ഒഴികെ. എന്റെ പ്രിയപ്പെട്ട അക്കാഡമിക് കൗൺസിലർ, ഈ മീറ്റിംഗിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ ഗുരുവന്ദനം നടത്തുന്നു. ശ്രീ ഡോക്ടർ ബാലകൃഷ്ണൻ നമ്പ്യാർ, ശ്രീ C ബാലകൃഷ്ണൻ നമ്പ്യാർ, വെള്ളിമാടുകുന്ന് മേരിക്കുന്നിലുള്ള ആ മഹാനുഭവന്റെ കാല് ഞാൻ വന്ദിക്കുന്നു. അത്രയും മഹത്തായ ഒരു അധ്യാപകന്റെ, മഹാനായ ഒരു അധ്യാപകന്റെ ശിക്ഷണത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയത്. ഞാൻ അദ്ദേഹത്തിന് റിസർച്ചിന്റെ എനിക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു റിസർച്ചാണ്. ഇവിടെ ഇഗ്നോയില് MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ചെയ്യുമ്പോൾ കൗൺസിലിംഗിൽ ഒരു റിസർച്ചാണ്, ഫാമിലി തെറാപ്പിയിൽ ഒരു റിസർച്ചാണ്. അതാണ് ഞാൻ 12 PG എന്നൊക്കെ പറയുന്നത്. ആ 2 റിസർച്ചിലും അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുക്കും. ഇമെയിലിൽ അയച്ചു കൊടുക്കുമ്പോൾ റെഡ് ഇങ്കില് കൃത്യമായി തെറ്റ് തിരുത്തി. അദ്ദേഹത്തിന്റെ വയസ്സ് 79. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ദേവകി അമ്മാൾ മെമ്മോറിയൽ കോളേജിലെ പ്രിൻസിപ്പാൾ. M.Ed കുട്ടികൾക്ക് അദ്ദേഹം ഹീറോവാണ്. M.Ed കുട്ടികൾക്ക് ഹീറോവാണ്. ദേവകി അമ്മാൾ മെമ്മോറിയൽ കോളേജ് നമ്മുടെ രാമനാട്ടുകര, ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പാളാണ്. അദ്ദേഹത്തിന്റെ അത്രയും ജോലിക്കിടയിൽ മുഹമ്മദ് മുബാറക്കിന്റെ ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ വന്നാൽ ആ സെക്കൻഡില് തിരിച്ച് ഞാൻ കഴിഞ്ഞ 2 കൊല്ലത്തിന് ശേഷം ഞാൻ പുതിയ ഒരാളായി മാറിയത് വേണമെങ്കിൽ പറയാം ഡോക്ടർ CN ബാലകൃഷ്ണൻ നമ്പ്യാർ സാറുടെ ആ ശിക്ഷണം എനിക്ക് കിട്ടിയത് കൊണ്ടാണ്. ഈ പ്ലീസിങ് വർത്തമാനം ആയിരുന്നില്ല എന്റെ പഴയ മെത്തേഡൊക്കെ, എൻ്റയർലി ഡിഫറെന്റ് ആണ്.
ഞാൻ റൂഡായിരുന്നു, റഫ് ആൻഡ് ടഫ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിനോട് കിട്ടിയ ആ ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഉപദേശം, ഞാൻ എടുത്തിട്ടുള്ള ഡിസർട്ടേഷനിലെ ഓരോ സെന്റൻസും ഓരോ കോമയും അദ്ദേഹം പരിശോധിച്ചിട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു. അങ്ങനെയുള്ള മഹാനുഭവന്മാരുടെ കൈത്താങ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് സൗഭാഗ്യമാണ്. എംഎഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, എംഫിൽ ചെയ്തിട്ടുണ്ട്, അവിടെയെല്ലാം ഞാൻ ഡിസർട്ടേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അനുഭവം പോലെ ഒരു അധ്യാപകരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയും മഹത്തായ ശിക്ഷണമാണ് ഇഗ്നോ നമുക്ക് തരുന്നത്. നിങ്ങൾക്കും അത് കിട്ടും മിസ് സിന്ധു. കരുത്തുറ്റ അക്കാഡമീഷ്യൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അത്രയും കാച്ചിക്കുറിക്ക ഞാൻ ഇത്രയും വാനോളം പറയാൻ കാരണം, ഇഗ്നോ സത്യത്തിൽ ഈ 2022 കുട്ടികൾക്ക് കൈത്താങ് കൊടുക്കാൻ ഇപ്പൊ തുടങ്ങിയിട്ടില്ല. എന്തിന്? ജൂലൈ 21 കുട്ടികൾക്ക് പോലും ഔപചാരികമായിട്ട് ക്ലാസ്സുകൾ കൃത്യമായിട്ട് തുടങ്ങിയിട്ടില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ കൊടുക്കുന്നു. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. അത് നമ്മുടെ കൗൺസിലിംഗ് ധർമ്മമാണ്. അതാണ് ഒരു സോഷ്യൽ വർക്കറിലൂടെ താങ്കളിലൂടെയും പ്രതീക്ഷിക്കുന്നത്. ഞാൻ താങ്കൾക്ക് ഒരു ചെറിയ ചുമതല തരട്ടെ. പഠനത്തിൽ താങ്കൾ താനെ കയറിപ്പോയിക്കോളും. MSWയുടെ ആസ്ഥാന കോ അഡ്മിനായി താങ്കളെ നിശ്ചയിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചോളൂ. മിസ് സിന്ധു വിനോദ് അവർകളെ എം നോട്ട്സിന്റെ MSW കൗൺസിലിംഗിന്റെയും MSWന്റെയും കോ അഡ്മിനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. താങ്കളുടെ പിന്നിൽ 10-15 സ്റ്റുഡൻസ് വരും. അവരുടെ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഗ്രൂപ്പിലൂടെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു. മനോഹരമായി ഏതൊരു സൈക്കോളജി കുട്ടിയുടെ ഏതൊരു വീഡിയോ വന്നാലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കോ അഡ്മിൻ ദീപിക മാമിന് ആദ്യം ഞാൻ അയച്ചു കൊടുക്കും. ഇതെല്ലാം കണ്ട് ഒരു ബന്ധവുമില്ലാതെ ഇഗ്നോ സ്റ്റുഡന്റ് പോലും അല്ലാത്ത കുട്ടികൾ നമുക്ക് അയച്ചു തന്നിട്ട് അതും ഞാൻ കോ അഡ്മിനായിട്ടുള്ള നമ്മുടെ ദീപിക മാമിന് അയച്ചു കൊടുത്ത് അവർ പരിശോധനയ്ക്ക് വിധേയമായതിനു ശേഷം നമ്മൾ എം നോട്ട്സിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. എന്തിന്? മിനിഞ്ഞാന്ന് എൻ്റെ സ്വന്തം മകളുടെ എൻ്റെ ഡോട്ടർ ഇൻ ലോ, മാരിറ്റൽ ഡോട്ടർ, ഓക്കെ, ആ മാരിറ്റൽ ഡോട്ടറുടെ വീഡിയോ ആദ്യമായിട്ട് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ വീഡിയോ ആദ്യമായി പുറത്തിറങ്ങി. അതും ഞാൻ എൻ്റെ ദീപിക മിസ്സിന് അയച്ചു കൊടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രക്ഷേപണം നടത്തിയത്. അങ്ങനെയുള്ള ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധത നമ്മളുടെ ഇടയിൽ ഉണ്ട്. നമ്മൾ അത് കൃത്യമായി പാലിക്കും. ആർ യു ഹാപ്പി? I'm happy, sir. Okay, thank you.